അദ്ദേഹം അർഹിക്കുന്ന വിജയം തന്നെയാണ്. അദ്ദേഹം നല്ലോണം ഗെയിം പഠിച്ച് വന്ന് സാഹചര്യത്തിനനുസരിച്ച് ഗെയിം കറക്റ്റായിട്ട് കളിച്ച് ചില സമയങ്ങളിൽ നമ്മൾ സെൽഫിഷ് ആവുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നും. ചലഞ്ച് അത് ആ സമയത്ത് എനിക്കൊരു ഭയങ്കര സ്ട്രെസ് ഒക്കെ കയറിയിട്ട് ഭയങ്കര പ്രഷർ കയറി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് വയ്യാണ്ടായി കുറച്ച്. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടാണ് കയറിയത്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇഷ്ടക്കുറവൊക്കെ ഉണ്ടായിരുന്നു പ്രേക്ഷകർക്ക്. പക്ഷെ ഇപ്പോ ട്രാൻസിഷൻ ആണ്. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? ഞാൻ ഹാപ്പിയാണ്. എൻ്റെ വൺ ഓഫ് ദി മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ജനങ്ങൾ എന്നെ അംഗീകരിക്കുക എന്നുള്ളതായിരുന്നു. അത് സക്സസ് ആണ്. അതാണ് എൻ്റെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് കപ്പ്. അതാണ് എനിക്കത് കിട്ടി. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിന്ന് നിങ്ങൾ ഇത്ര പേരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് എൻ്റെ ക്യാരക്ടർ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ തല ഉയർത്തി നെഞ്ചും പിരിച്ച് നിൽക്കുന്നത് അത് കാരണമാണ്. അത് എൻ്റെ ക്യാരക്ടർ ഇതാണ്. അപ്പം ഇത് ജനങ്ങൾ കാണുക, ഇത് ഇഷ്ടപ്പെടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. ആ പ്രയോറിറ്റി ഞാൻ സക്സസ് ആയി എന്നുള്ളതാണ്. പിന്നെ വൈൽഡ് കാർഡ് എൻട്രി കയറുന്നതിന് മുന്നേ did you have any agenda? ഇങ്ങനെയാണ് കളിക്കണം, ഇങ്ങനെയാണ് കളിക്കണം? ഇല്ല, അങ്ങനൊന്നുമില്ല. അതൊന്നുമില്ല. എനിക്ക് ആദ്യം നമ്മൾക്ക് ഈ ഗെയിം തുടങ്ങുന്നതിന് എല്ലാവരും പറയും ഭയങ്കര പ്ലാനിങ് ആണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഗെയിം എന്തായാലും വൈൽഡ് കാർഡ് തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം. പക്ഷെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ജനങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മളായിട്ട് നിന്നാൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ പിന്നെ ഞാൻ അത് തന്നെ ചൂസ് ചെയ്തു. അങ്ങനെ ഉള്ളൂ. യെല്ലോ കാർഡ് കിട്ടിയതിന് ശേഷം ഒരു സൈലന്റ് ആയിട്ടുള്ള ഗെയിമാണല്ലോ, അത് ബാധിച്ചോ? ഇല്ല, എനിക്ക് അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ലായിരുന്നല്ലോ. ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നേ അതിൻ്റെ പുറത്ത് പോയാനെ. ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് നിന്നു. ഞാൻ ഇവിടെ വരെ വന്നു, ടോപ്പ് 5 വരെ വന്നില്ല. അപ്പം അത് ബാധിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ചലഞ്ച് അത് ആ സമയത്ത് എനിക്കൊരു ഭയങ്കര സ്ട്രെസ് ഒക്കെ കയറിയിട്ട് ഭയങ്കര പ്രഷർ കയറി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് വയ്യാണ്ടായി കുറച്ച്. അപ്പോൾ ഞാൻ ഒന്ന് ഡൗൺ ആയി. ആ സമയത്ത് നല്ലോണം ഡൗൺ ആയി. നല്ലോണം ഡൗൺ ആയി. പക്ഷെ അത് കുഴപ്പമില്ല. അത് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ച് കയറി വന്നു. അതേ ഉള്ളൂ. ഡു യു റിയലി തിങ്ക് ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ജഡ്ജ്മെന്റ് ശരിക്കും പ്രേക്ഷകർ ഉദ്ദേശിച്ചാണോ? ആയിരിക്കാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡാകുന്നില്ല. കാരണം കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒരു ഇഷ്യൂസോ ഒന്നും എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ജനങ്ങൾ എനിക്ക് നാലം തരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ സന്തോഷത്തോടെ അവിടെ വന്ന് നിന്നു, ഞാനത് സ്വീകരിച്ചു, ഞാൻ വന്നിരുന്നു. എനിക്ക് വേണ്ടത് എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ടെൻഷൻ എൻ്റെ ഫോൺ കിട്ടി കഴിയുമ്പോൾ എനിക്ക് അറിയണം ജനങ്ങൾ എന്നെ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ. അതായിരുന്നു എൻ്റെ മെയിൻ ടെൻഷൻ. പക്ഷെ അത് കറക്റ്റായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലോണം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതായിരുന്നു എൻ്റെ മെയിൻ സംഭവം. ബാക്കി ജനങ്ങൾ അവർക്ക് കൊടുത്തോ, 1 അവർക്ക് കിട്ടിയോ, ഇവർക്ക് 2 കിട്ടിയോ, അതൊന്നും ഞാൻ ബോധേഡേ അല്ല. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഇത്തവണത്തെ ബിഗ് ബോസ് സീസണെ ചുറ്റി കുറെ കോൺട്രവേഴ്സീസ് ഉണ്ട്. നോർമലി ഇറ്റ് ഇസ് ദേർ, ബട്ട് ഇത്തരം കുറച്ച് എക്സ്ട്രാ ആയിരുന്നു. അഖിൽമാറിനെ അതും ഇതും കുറെ ഉണ്ടായിരുന്നു. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? Did you hear anything? ഞാൻ ഇതുവരെ ഒന്നും നോക്കില്ല. ഞാൻ രാത്രി ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ കിടന്നു. ഇപ്പൊ എഴുന്നേറ്റ് പെട്ടെന്ന് റെഡിയാൻ പറഞ്ഞു റെഡിയായി. എനിക്ക് കൂടുതൽ ഇഷ്യൂസ് ഒന്നും അറിയാം. ഞാൻ പിന്നെ അങ്ങനെ കൂടുതൽ ഇഷ്യൂസ് തലയിടുന്ന ഒരാളുമല്ല. നിങ്ങൾ അങ്ങനെ എന്നെ വലിയ കോൺട്രവേഴ്സിലൊന്നും നീയും കാണാനും പോകുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഞാനിപ്പോൾ എൻ്റെ ഫോക്കസ് എൻ്റെ മൂവീസാണ്. അപ്പോൾ അത് ഞാൻ ഫോക്കസ് ചെയ്ത് മുൻപോട്ട് പോകും. അല്ലാതെ ഇപ്പം അദ്ദേഹം അർഹിക്കുന്ന വിജയം തന്നെയാണ്. അദ്ദേഹം നല്ലോണം ഗെയിം പഠിച്ച് വന്ന് സാഹചര്യത്തിനനുസരിച്ച് ഗെയിം കറക്റ്റായിട്ട് കളിച്ചു. അദ്ദേഹം നേടി. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്തത്. അങ്ങനെ പുള്ളിക്കാരൻ അത് നേടിയെടുത്തു. അർഹിക്കുന്ന വിജയം തന്നെയാണ്. കുഴപ്പമില്ല. ജാസ്മിൻ 3ാം സ്ഥാനത്ത് എത്തേണ്ട ആള് തന്നെയാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഫസ്റ്റ് ആർക്ക് സെക്കൻഡ് ഇവർക്ക് കിട്ടിയ അതെന്തിനും അങ്ങനെ കിട്ടിയ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ നമ്മൾ സെൽഫിഷ് ആവുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നും. വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ച് പ്രഷർ കയറി നമ്മുടെ മെന്റൽ സ്ട്രെസ് കൂട്ടി വെറുതെ നമ്മളെന്തിനാണ് വെറുതെ വയ്യാണ്ടാവുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി ഓക്കെ ഗുഡ്, ബാക്കിയുള്ളവർക്ക് കിട്ടിയതെന്ന് കിട്ടി, സന്തോഷം, ഞാനത് വിട്ടു. അല്ലാതെ ഞാൻ ബാക്കിയൊന്നും അവർ അർഹരാണോ അങ്ങനെയൊന്നും അതൊന്നും ഞാൻ ചിന്തിക്കാൻ പോയിട്ടില്ല. ഒരു ചോദ്യം കൂടി. So what are your future plans?